ശ്രീ യുവരാജ് ഗോകുൽ, വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ BJP മുനമ്പം ജനതയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുനമ്പം ജനതയ്ക്ക് നൽകുന്ന സന്ദേശം എന്താകും? അതിലേക്ക് വരാം രോഹിണി. എനിക്ക് ഇതിനകത്ത് ഇവർ കുറച്ച് പേരിരുന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തുടക്കത്തിൽ വസന്ത് പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് തന്നെ വേണം. അദ്ദേഹം എന്തോ മറുപടി പറഞ്ഞിട്ട് പോകുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ മറുപടി പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ പറയരുതെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ബില്ല് ഇംഗ്ലീഷിൽ എഴുതി വിടുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിയമപരമായ സാധുത കുറച്ചുകൂടിയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ വഖഫ് ബൈ യൂസർ വലിയ കാര്യമായിട്ട് നടപ്പിലാക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ബില്ലിൽ ഈ പറയുന്ന സെക്ഷൻ ഇപ്പോൾ 3-ാമത്തെ പേജിലാണതുള്ളത്. അവിടെ ഈ ആദ്യത്തെ വരി വായിച്ചിട്ട് പോകരുത്, അതിനെ പൂർണ്ണമായിട്ടും വായിക്കണം എന്നുള്ളതാണ്. പ്രൊവൈഡഡ് ദാറ്റ് ദി എക്സിസ്റ്റിംഗ് വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടീസ് രജിസ്റ്റേർഡ് ഓൺ ഓർ ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദി വഖഫ് അമെൻമെന്റ് ആക്ട് 2025 ആസ് വഖഫ് ബൈ യൂസർ വിൽ റിമെയിൻ ആസ് വഖഫ് പ്രോപ്പർട്ടീസ് except that the property wholly or in part is in dispute or is a government property എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ വഖഫ് ബൈ യൂസർ, അതായത് ഇപ്പോൾ എന്താണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാവരും അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ തുടരും. അതിനകത്തൊന്നും, അതായത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളിലേക്ക് കടന്നു കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഇട്ടിട്ടുണ്ട്. ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, അതായത് എന്താണ്, ഡിസ്പ്യൂട്ടുള്ള ഭൂമികൾ, വഖഫ് ബൈ യൂസറിൽ അവർ യൂസ് ചെയ്യാൻ അവർ ക്ലെയിം ഉന്നയിക്കുന്ന ഭൂമികളിൽ ഡിസ്പ്യൂട്ടുള്ള ഭൂമികൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ ഏതൊരു മുനിസിപ്പൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഞങ്ങളിത് കാലങ്ങളായിട്ട് ഈദ്ഗാഹ നിസ്കാരം നടത്തുന്ന ഗ്രൗണ്ടാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ഉന്നയിക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ആ വിഷയത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ടുള്ള ഭൂമി ഒരിക്കലും വഖഫ് ബൈ യൂസറായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനെ എടുത്ത് താങ്കൾ മറ്റെന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ്. താങ്കൾ അത് പൂർണ്ണമായിട്ട് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങ് കുറച്ച് നേരമായിട്ട് വന്ന നേരം മുതൽ അങ്ങയുടെ കയ്യിൽ ബില്ലുണ്ട്, അങ്ങ് എന്തൊക്കെയോ കണ്ടു എന്നൊക്കെയാണ് അദ്ദേഹം അങ്ങ് പറയുന്നത്. അങ്ങനെ എന്താണ്, വനിതകളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഈ പറയുന്ന പ്രൊപ്പോസ്ഡ് ബില്ലിൽ 6-ാം പേജിലാണ് അങ്ങ് പറയുന്ന ഈ സാധനം ഉള്ളത്. 6-ാം പേജിൽ ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത്. അതിനകത്ത് ABCD എന്നെഴുതി വരുന്നതിനകത്ത് Gയുടെ താഴെയായിട്ടാണ് ഉള്ളത്. പ്രൊവൈഡഡ് ദാറ്റ് 2 of the members appointed under clause C shall be women എന്നുള്ളതാണ്. പ്രൊവൈഡഡ് ദ 2 of the members എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ എന്താണ്, 2 സ്ത്രീകളെ പാടുള്ളൂ, മാക്സിമം ഓഫ് 2. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. 2 പേര് സ്ത്രീകളാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 പേര് സ്ത്രീകളാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പുരുഷന്മാരായിരിക്കണം എന്ന അർത്ഥം എന്താണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ അരിയാഹാരം കഴിക്കുന്നവർക്കായാലും ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കായാലും മനസ്സിലാക്കേണ്ടതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡഡ് ദ 2 of the members, അതായത് 2 പേര് സ്ത്രീകളായിരിക്കണം. 2 പേര് സ്ത്രീകളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ബാക്കി 9 പേര് പുരുഷന്മാരായിരിക്കണം എന്നല്ലല്ലോ. 3, 4, 5, 6 ഇനി വേണമെങ്കിൽ 11 വേണമെങ്കിൽ സ്ത്രീകളാകുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്നാണ്. പക്ഷെ 2 സ്ത്രീകൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്ന ഒരു കാര്യം. ഇനി ശ്രീ ഹസ്കർ ഇവിടെ ട്രസ്റ്റിന്റെ വിഷയം അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. സാർ ഇവിടെ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ആ ബില്ല് പ്രപ്പോസ് ചെയ്തിരിക്കുന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, അപ്ലൈ ടു എ ട്രസ്റ്റ് ബൈ വാട്ട് എവർ നെയിം കോൾഡ്. ഇനി നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എന്ത് വിഷയമായിരുന്നാലും ശരി തന്നെയാണ്, അത് ട്രസ്റ്റ് തന്നെയാണ്. അത് കൃത്യമായിട്ട് ആക്റ്റായിട്ട് വരുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നത് തന്നെയാണ്. പിന്നെ ശ്രീ ഹസ്കറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അങ്ങ് വളരെ ടെക്നിക്കലായിട്ട് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചിട്ടും മുനമ്പത്തിന് ഇത് ബാധകമാകില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടും അങ്ങ് വളരെ ജെനുവിൻ ആയിട്ടുള്ള സംശയങ്ങൾ അങ്ങ് ഉന്നയിക്കുന്നുണ്ട്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ദയവ് ചെയ്ത് രാജ്യസഭയിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഹസ്കറിനെ പോലുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടേണ്ടതാണ്. അല്ലാണ്ട് ജോൺ ബ്രിട്ടാസിനെ പോലെ അവിടെ ചെന്ന് സിനിമാ കഥ പറയുന്ന ആൾക്കാരിനേക്കാളും കൂടുതൽ ഇത്തരത്തിൽ ക്ലാരിറ്റിയോടുകൂടി ജെനുവിൻ സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ CPMന്റെ MP-മാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MP-മാർക്കോ ഈ വിഷയം വളരെ ജെനുവിൻലി അവിടെ ഉന്നയിക്കാവുന്നതായിരുന്നു. കൃത്യമായിട്ട് മറുപടി കിരൺ റിജിജുവിന്റെ ഭാഗത്തു നിന്നോ അമിത്ഷായുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് അതിനൊരു മറുപടി ഉണ്ടാകുമായിരുന്നു, ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് പാർലമെന്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്ന് തെറ്റിദ്ധാരണ പടർത്താൻ പറ്റില്ല.
മുനമ്പത്തുകാർക്കിടയിൽ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. പിന്നെ ശ്രീ വസന്ത് തെങ്ങുംപള്ളി ചോദിക്കുന്നുണ്ട് നാളെ അടയ്ക്കാൻ പറ്റുമോ, മറ്റന്നാൾ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പത്ത് നടക്കുന്നത് ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടാണ്. ആ ലാൻഡ് ഡിസ്പ്യൂട്ടിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതാണ്. അവിടെ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഖഫാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. കേരള നിയമസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ MLA എഴുന്നേറ്റ് നിന്നിട്ട് ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് സംരക്ഷിക്കുന്നില്ല എന്ന് പറയുകയും ഗവൺമെൻറ് തീർച്ചയായിട്ടും സംരക്ഷിക്കാം എന്നുള്ള തലത്തിൽ മറുപടി പറയുകയും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വഖഫാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള നിയമ നടപടികളിലേക്ക്, കോടതികളിലേക്ക് പോകുവാനോ ആൾക്കാർക്ക് അവരുടെ ക്ലെയിം തിരിച്ചെടുക്കുവാനോ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം നിലവിൽ അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം വഖഫാണ് എന്ന് പറയുന്ന വിഷയത്തിനെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ വിഷയത്തിനെ മാറ്റുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന നിയമം കൊണ്ട് സാധിക്കും. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അവിടെ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി രണ്ടുപേര് തമ്മിൽ ലാൻഡ് ഡിസ്പ്യൂട്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ഡിസ്പ്യൂട്ട് എവിടെയാണ് നടക്കേണ്ടത്? ഇന്ത്യയിലെ നീതിന്യായ കോടതികളിലോ അത്തരം വ്യവസ്ഥകളിലോ ഒക്കെയാണ് കൃത്യമായിട്ട് പോകേണ്ടത്. അത് അതിൻ്റെതായ രീതിക്ക് പോവുകയും അതിനകത്ത് വിധി വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ആ ലാൻഡ് അവരുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണെന്നും അവർ കാലങ്ങളോളം അവിടെ ടാക്സ് അടച്ചിരുന്നതാണെന്നും ഉള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായ പ്രോസസ്സുകളിലേക്ക് പോകുമ്പോൾ ആ ഭൂമി അവരുടെ കയ്യിലേക്ക് തിരിച്ചെത്തും. വഖഫ് കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ ലോ ഇന്ന് രാജ്യസഭയിൽ പാസ്സാകുന്നതോടുകൂടി അവർക്ക് മാറും. അത് ആക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ വരും. ആക്റ്റായിട്ട് മുമ്പിൽ വന്ന് കഴിയുന്ന സമയത്ത് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷുവറായിട്ടും അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ സാധാരണ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് പ്രോസസ്സിലേക്ക് ആൾക്കാർ എങ്ങനെയാണോ പോകുന്നത് ആ പ്രോസസ്സിലേക്ക് അവർക്ക് പോകുവാനും വേണ്ടിയിട്ട് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ അവിടെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇനി അങ്ങൊക്കെ ആശങ്കപ്പെട്ടതുപോലെ ഈ ഫാറൂഖ് കോളേജിന് കൊടുത്ത ആളുടെ അച്ഛൻ, അയാളുടെ മുത്തച്ഛൻ, അവരുമായിട്ടുള്ള ലാൻഡ് ഡിസ്പ്യൂട്ട്, ദാറ്റ്സ് എ സെപ്പറേറ്റ് തിങ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ വിഷയമാണ്, സിവിൽ വിഷയമാണ്, അതൊരു സെപ്പറേറ്റ് തിങ് ആണ്. ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്ന ഒരു കീറാമുട്ടിയെടുത്ത് മുമ്പ് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്കാർക്ക് ഇതിനകത്ത് യാതൊരു റൈറ്റും ഇല്ല, ഇനി മുതൽ ഞങ്ങളതാണ് എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ സംഭവിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശരി, ശ്രീ കെവിൻ പീറ്റർ, അവസാനമായി എന്തായാലും മുനമ്പം ജനത ഇപ്പോഴും അവിടെ സമരപ്പന്തലിൽ തന്നെയാണ്. പക്ഷേ അവർക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്, അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഇത്രയും നാളും അവഗണിച്ച തങ്ങളുടെ ജനപ്രതിനിധികളെ പോലെ ആകില്ല ഇനി തുടർന്ന് അങ്ങോട്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പം യുവരാജ് കോകിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ ഒരു കാരണം. ഇപ്പോൾ ഒരു അമൻമെന്റ് ഉടനെ പാസ്സായ ഉടനെ ഇത്ര ബാലിശമായി തെങ്ങുംപള്ളി ചോദിച്ച പോലെ നാളെ അവരുടെ കരമടയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പുതിയ നിയമപ്രകാരമുള്ള അവർ പുതിയ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിലൂടെ അവർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് അവരുടെ മുന്നിൽ എല്ലാം കണ്ടു. അവര് പ്രശ്നമുണ്ടായപ്പോൾ ആരൊക്കെ അവർക്കൊപ്പം നിന്നു, ആരൊക്കെ അവരെ പിന്നിൽ നിന്ന് കുത്തി, അവരെ ചതിച്ചവരാരൊക്കെ എല്ലാം വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ നിയമത്തിലൂടെ തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടും എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് ആയിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ ജനത ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തന്നെ സമരം അവരവിടെ അവസാനിപ്പിക്കുന്നില്ല. അവരുടെ ആ ഒരു ഇത് നേടി എടുക്കും വരെ, അതായത് അവരുടെ ആ ഭൂമിയുടെ മേലുള്ള വഖഫിന്റെ അവകാശം താൽക്കാലികമായിട്ടെങ്കിലും കോടതി തടയുന്നത് വരെ അവർ ആ സമരം തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. താങ്കൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളുടെ മനസ്സിലിരിപ്പ് കൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതാമോ? തീർച്ചയായിട്ടും അവരെല്ലാം അത് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് തങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളുകളുടെ തങ്ങളോടുള്ള ആ ഒരു കരുതലെന്നും അവർക്ക് ആരോടാണ് ഉത്തരവാദിത്വമെന്നും എല്ലാം അവർ കണ്ടു കഴിഞ്ഞു. ശരി, മുനമ്പം ജനതയുടെ മനസ്സിലേറ്റ മുറിവിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് അവിടെ നിന്ന് തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു.